ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. കുറെ നാളായിട്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് അതൊക്കെ ഫേസ് ചെയ്യേണ്ടത് എന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഡേയിൽ ഒരു കമന്റിൽ കണ്ടത് എങ്ങനെയാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് കൊണ്ട് സോൾവ് ചെയ്യുന്നത് എന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് എന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഒരു വീഡിയോ ആണ്. അപ്പൊ എങ്ങനെ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഒരു കോട്സ് ഇതാണ്: റിസൾട്ട്സ് ഹാപ്പൻ ഓവർ ടൈം നോട്ട് ഓവർ നൈറ്റ്. വർക്ക് ഹാർഡ്, സ്റ്റെപ്പ് കൺസിസ്റ്റന്റ് ആൻഡ് ബി പേഷ്യന്റ്. സോ ഇത് തന്നെയാണ് ക്വസ്റ്റ്യന്റെ കാര്യത്തിലും എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓവർ ടൈമിലാണ് ഓരോ റിസൾട്ട്സ് നടക്കുന്നത്. ഒരു ഓവർ നൈറ്റിൽ രാവിലെ ചിന്തിച്ചു വൈകുന്നേരം റിസൾട്ട് കിട്ടുന്നതല്ല. നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, വളരെ പേഷ്യന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് റിസൾട്ട്സ് ഉറപ്പായിട്ടും ലഭിക്കും. സോ ഇത് ഈ ഒരു സെന്റൻസോട് കൂടി, ഈ ഒരു കോട്സോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആദ്യമേ നമ്മൾ എക്സാമിനേഷൻ ടൈമിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ കൂടുതൽ SSC ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. മെയിൻലി ഞാൻ പറയുന്നത് CGL എക്സാമിനെ കുറിച്ചാണ്. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് CGL ആണ്. അതിന്റെ കൂടെ CHSലും MTS പോലുള്ള മറ്റ് എക്സാംസുകളും GD പോലുള്ള എക്സാംസുകളും അപ്പിയർ ചെയ്യുന്നവരാണ്. അപ്പോൾ CGL എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ടയർ 1 അവർ എക്സാം ആണ്. 25 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ സെക്ഷൻസും ഉണ്ടാവും. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ GK മീൻസ് കറണ്ട് അഫേഴ്സും ഉൾപ്പെടെയുള്ളത്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 200 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. ടയർ 2 നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 30 മാത്സ്, 30 ഇംഗ്ലീഷ് 1 അവർ, പിന്നെ ഒരു 1 അവർ വരുന്ന 1 and 15 അവർ വരുമ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, അതുപോലെ റീസണിംഗ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, അതുപോലെ ചേർത്ത് 2 and 15 2 hours 15 minutes എക്സാം ആണ് ടയർ 2 ന്. നേരത്തെ ഒരു SSC പാറ്റേൺ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അതിൽ ടയർ 2 എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മാത്രമായിരുന്നു. 2 hours മാത്സ്, 2 hours ഇംഗ്ലീഷ് എന്ന രീതിയിലായിരുന്നു. സോ ഇപ്പം അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് മാറി. ഇവിടെ ഇപ്പോൾ ടയർ 2 നെ സംബന്ധിച്ചിടത്തോളം 30 ക്വസ്റ്റ്യൻസ് ആണ് മാത്സ്, ടയർ 1 നെ സംബന്ധിച്ചിടത്തോളം 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്സ്. സോ നമ്മൾ മാത്സിനെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്സ്, അതുകൊണ്ട് തന്നെ മാത്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ വരാൻ പോകുന്ന എക്സാം CGL ടയർ 1 ആണ്. അപ്പോൾ നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമും ടയർ 1 എക്സാം ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 അവർ എക്സാം ആണുള്ളത്. 1 അവർ എക്സാമിന് പലരും പല പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് അതിൽ സെക്ഷൻസ് ഷിഫ്റ്റ് ആക്കാൻ പറ്റും. ചിലവർ ആദ്യം ഇംഗ്ലീഷ് ആയിരിക്കും ചെയ്യുന്നത്, പിന്നെ GK ആയിരിക്കും ചെയ്യുന്നത്, പിന്നെ റീസണിങ്, പിന്നെ മാത്സ് ആയിരിക്കും ചെയ്യുന്നത്. ചിലരാണെങ്കിൽ ചിലപ്പോൾ മാത്സും റീസണിങ്ങും ഒക്കെ വർക്കൗട്ട് ചെയ്ത് ബാക്കിയുള്ള ടൈമിലായിരിക്കാം ഇംഗ്ലീഷും അതുപോലെ തന്നെ GK അപ്പിയർ ചെയ്യുന്നത്. വാട്ടെവർ, നമ്മളത് നമ്മുടെ ഒരു കൺവീനിയൻസ് ആണ് ഏത് രീതിയിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. 1 അവർ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ കണ്ണിലൂടെ എങ്കിലും പോവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്യാം. പലരും പല ഓർഡർ ഓഫ് രീതിയിലാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഓർഡറിലാണോ മോക്ക് എക്സാമിന് ചെയ്യുന്നത് അതേ ഓർഡർ തന്നെ നിങ്ങൾ മെയിൻ എക്സാംസിനും ചെയ്യാൻ ശ്രമിക്കുക. അതായത് പുതിയതായിട്ടൊന്നും ആ സമയത്ത് ട്രൈ ചെയ്യാതിരിക്കുക. ചിലർ ചിലപ്പോൾ ഈ സമയത്ത് ഇംഗ്ലീഷും GK ഒക്കെ ഒരു 10 മിനിറ്റ്സിൽ ചെയ്തിട്ട് ബാക്കി 50 മിനിറ്റ്സിനുള്ളിൽ മാത്സും റീസണിങ്ങും ഒക്കെ ചെയ്തായിരിക്കും മോക്കുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഒരു 30-40 എബോവ് മോക്കുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടായിരിക്കാം എക്സാമിന് പോകുന്നത്. അപ്പോൾ ഫൈനൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഞാനൊരു വെറൈറ്റി ചെയ്യാം, ഇന്ന് ഞാൻ ന്യൂ ആയിട്ടൊരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് കരുതിയിട്ട് ആദ്യമേ എന്ത് ചെയ്യാം? മാത്സും റീസണിങ്ങും ചെയ്തിട്ട് പിന്നെ ഇംഗ്ലീഷും GK ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. പുതിയ കാര്യങ്ങൾ ഒരിക്കലും എക്സാം ടൈമിൽ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇംഗ്ലീഷിന് ഇത്രയും, അല്ലെ GKക്ക് ഇത്രയും, മാത്സിന് ഇത്രയും എന്നായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ എക്സാം ടൈമിന് നേരെ നമ്മുടെ ഓർഡർ നമ്മൾ മാറി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ടെൻഷൻ ആവും. പിന്നെ നമുക്ക് ഒരു GKയും ചിലപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റണം എന്നുണ്ടാവില്ല. അവിടെ നമുക്ക് ടെൻഷൻ ആവും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് തെറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ പുതിയതായ ഒരു കാര്യങ്ങളും നിങ്ങൾ എക്സാം ടൈമിൽ പരീക്ഷിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 1-2 മോക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് തോന്നുവാണ്, ഞാൻ ആദ്യമേ മാത്സ് ചെയ്യാം, അല്ലെ റീസണിങ് ചെയ്യാം, അല്ലെ ഇംഗ്ലീഷ് ചെയ്യാം, നിങ്ങൾ ചെയ്തതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണം എന്ന് 1-2 മോക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മോക്ക് മുതൽ നിങ്ങൾ അങ്ങനെ തന്നെ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ മാറിയ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ തന്നെ കുറെ മോക്കുകൾ പരീക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എക്സാം ടൈമിൽ മോക്കിന് വിഭിന്നമായിട്ടൊരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫൈനൽ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിന്റെ രീതി, മാത്സ് മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ്, എല്ലാ സെക്ഷൻസിന്റെ കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി മാത്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചിന്തിക്കാം,
25 ക്വസ്റ്റ്യൻസ് അല്ലേ എനിക്ക് മാത്സ് ഉള്ളൂ. അപ്പോൾ ഓരോ മാത്സും ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ 1 മിനിറ്റ് കൊടുത്തു. 25 മിനിറ്റ് കൊണ്ട് 25 മാത്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 25 ക്വസ്റ്റ്യൻ, പിന്നെ എനിക്ക് വരുന്നത് ഇപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്താൽ റീസണിങ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്തെടുക്കാമെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ടയർ 2നെ സംബന്ധിച്ചിടത്തോളം 30 ക്വസ്റ്റ്യൻസ്, 30 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റിന് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുത്ത് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കും. അതായിരിക്കും നമ്മുടെ ഒരു aim. സാധാരണ ഫ്രഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാത്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഈ 25 ക്വസ്റ്റ്യൻസ് മിനിമം 2 തവണയെങ്കിലും നമ്മുടെ കണ്ണിലൂടെ പോകണം. മാത്സ് ക്വസ്റ്റ്യന്റെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. 25 മാത്സ് ക്വസ്റ്റ്യൻസ് മിനിമം 2 തവണയെങ്കിലും, 3 തവണ എന്ന് പറയുന്നത് മാക്സിമം ആണ്, 2 തവണയെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കണം. മനസ്സിലായോ? അല്ലാതെ നമ്മളിപ്പോ പൊതുവേ ഇപ്പൊ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ ആയപ്പം ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം മാത്സ് ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആകാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് ആവാം. ഇപ്പൊ മാത്സ് ക്വസ്റ്റ്യന് ചിലതൊക്കെ ഈസി ആയിരിക്കാം, ചിലത് മോഡറേറ്റ് ആയിരിക്കാം, ചിലത് ടഫ് ആണ്. ടഫ് ഇൻ ദ സെൻസ് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് വൈസ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ CSI പോലുള്ള ക്വസ്റ്റ്യന്, അതല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യനും, അതും ഈ കോമൺ ഇൻട്രസ്റ്റിലും അങ്ങനെ വരാം. അതുപോലെ തന്നെ മെൻസറേഷനിലൊക്കെ ചിലപ്പോൾ ഡെസിമൽ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ആണ് മാത്സിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു, തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു, ഈസി, കുഴപ്പമൊന്നുമില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ കിട്ടിയിട്ടേ ഞാൻ ഫിഫ്ത്ത് തികത്തുള്ളൂ. ഓക്കെ, ഇതെനിക്ക് കിട്ടും, ഇത് ഞാൻ ചെയ്തതാണല്ലോ, ഇതെന്താ എനിക്ക് ഇപ്പൊ കിട്ടാത്തത്. നമ്മൾ ആ ക്വസ്റ്റ്യന് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് കിട്ടിയിട്ട് ഫ്രണ്ടിലോട്ട്, നമുക്ക് അവിടെ ഒരു കോംപ്ലക്സ് തോന്നണം. പക്ഷെ അങ്ങനെ ഒരു കോംപ്ലക്സ് തോന്നാൻ പാടില്ല എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. എനിക്കത് ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് എനിക്ക് അറിയാം, പക്ഷെ ഞാനിപ്പോൾ വിട്ടുപോയി. ദെൻ എന്ത് ചെയ്യണം, നമ്മൾ അത് റിവ്യൂ ചെയ്യുക, ഫ്രണ്ടിലോട്ട് പോവുക. ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റക്കായി ഒരു 4-5 മിനിറ്റ് അവിടെ വേസ്റ്റ് ചെയ്ത് നിൽക്കരുത്. ചിലപ്പം ആ 4 മിനിറ്റുള്ളിൽ ആൻസർ കിട്ടാം, ചിലപ്പോൾ ആ 4 മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടത്തുമില്ല. അത്രയും വേസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഒരു 22-23 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഏകദേശം ടൈം കഴിയാറാവും. ടൈം പോകുന്നു, ടൈമർ എന്തായാലും നമ്മുടെ റൈറ്റ് സൈഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ടൈം പോകുന്നതനുസരിച്ച് നമുക്ക് ടെൻഷൻ കൂടും. സോ ആ 22-23 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് അവസാനത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ 24th 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും മാർക്ക് നമ്മൾ പോവുകയാണ്. ഒരു മാർക്കോ ഹാഫ് മാർക്കോ എത്ര ആയിക്കോട്ടെ, മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടയർ 1 എക്സാം ഇപ്പം ക്വാളിഫയിങ് ആണ്, ക്വാളിഫയിങ് മാത്രം മതി ടയർ 2 വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം, അതൊരു പോയിന്റ് ആണ്. നമുക്ക് 130 എങ്കിലും നമുക്ക് കിട്ടണം, നമുക്ക് ക്വാളിഫൈ ചെയ്ത് നമുക്ക് ടയർ 2 അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ. ആ പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. സോ എത്ര ഹാഫ് കിട്ടിയാലും 1 മാർക്ക് കിട്ടിയാലും മാർക്ക് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി നമ്മളിപ്പം ചില രീതിയിൽ നേരെ തിരിഞ്ഞും വരാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനും ടഫാണ്, തേർഡ് ക്വസ്റ്റ്യനും കിട്ടുന്നില്ല, ഫോർത്ത് ക്വസ്റ്റ്യനും എനിക്ക് കിട്ടുന്നില്ല, ഫിഫ്ത്ത് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, 4 ക്വസ്റ്റ്യൻ ഒരു 3 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് 25 എണ്ണം ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തവണ വിട്ടേക്കാം, അപ്പൊ അടുത്ത തവണ പിടിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ല, നമ്മൾ റിവ്യൂ ചെയ്തു, സെക്കൻഡ് റിവ്യൂ, തേർഡ് റിവ്യൂ, ഓക്കെ, ഫോർത്ത് റിവ്യൂ, എല്ലാം 4 ക്വസ്റ്റ്യൻ റിവ്യൂ. നമ്മൾ പിന്നെ നോക്കുക, ചിലപ്പോൾ നമ്മുടെ ഈസി വരുന്ന 15th 16th ക്വസ്റ്റ്യൻ ആയിരിക്കും. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾ ആദ്യത്തെ റൗണ്ട് 25 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ചിലപ്പം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളായിരിക്കാം. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല അതിന് മുമ്പ്. നമുക്കറിയാം ഓൺലൈൻ എക്സാംസ് റിവ്യൂ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് റിവ്യൂ ഓപ്ഷൻ എടുക്കുക. സോ റിവ്യൂ ചെയ്ത ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ റൗണ്ടിൽ നോക്കുക. രണ്ടാമത്തെ റൗണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ സ്പീഡ്, ഐ മീൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ അതവിടെ വർക്ക് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ മാത്സിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 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 സമയം ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ 2 റൗണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മളെ കണ്ണിലൂടെ അത് കാണണം. അത് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് കാണും, ഒരു ഷിഫ്റ്റും ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തത് കാണത്തില്ല, ഈസി ക്വസ്റ്റ്യൻസ് കാണും. അത് നമ്മൾ കണ്ടുപിടിക്കുക, അത് പെട്ടെന്ന് ചെയ്യുക. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യന് നമ്മൾ കുറച്ച് സമയം, ഈസി സമയത്തിന് വേണ്ടിയിട്ട് എടുത്തതിന്റെ കുറച്ച് സമയം നമ്മൾ ഇവിടെ സേവ് ചെയ്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് 2 റൗണ്ടെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ ഇങ്ങനെ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ 25 ക്വസ്റ്റ്യൻ ഒറ്റത്തവണ കണ്ടു ആ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. 2 റൗണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ കണ്ണിലൂടെ വരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എക്സാമിനേഷൻ ടൈമിൽ ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾ മോക്ക് എക്സാമിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ വളരെ മോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഒലി ബോർഡ് ആണെങ്കിലും സൂപ്പർ മോക്സ്, ലൈവ് മോക്ക് ഒരുപാട് നടത്തുന്നുണ്ട്. ഇപ്പം ഒലി ബോർഡ് വീക്കിലി നടത്തുന്നുണ്ട്. സോ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും തന്നെ ഒന്നോ രണ്ടോ
അതിൽ കൂടുതലോ പ്ലാറ്റ്ഫോംസിൽ ഡിപ്പെൻഡ് ചെയ്യും ഓൺലൈൻ എക്സാംസിന്. ഇനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഓൺലൈൻ എക്സാംസ് തന്നെ എഴുതി ശീലിക്കുക. ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് മറ്റ് ഓഫ്ലൈൻ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നവരുണ്ടാകും. ഫ്രഷ് ആയിട്ട് SSC അപ്പിയർ ചെയ്യുന്നവർ. അവരെപ്പോഴും ശ്രദ്ധിക്കണം, ഓൺലൈൻ എക്സാംസിന്റെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓൺലൈൻ എക്സാംസിന് പോകാവുള്ളൂ. കാരണം ഓഫ്ലൈനും ഓൺലൈനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, സമയത്തിൻ്റെതായ ഡിഫറൻസും എല്ലാം. ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കുറച്ച് പരിചയമായാലേ ഉള്ളൂ നമുക്കതൊന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഓൺലൈൻ എക്സാംസുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ എക്സാംസിന് പോവുക. സോ നമ്മൾ പറഞ്ഞു വന്നത്, മോക്ക് എക്സാമിനേഷൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം പലരും ചിലപ്പോൾ ഡെയിലി മോക്കുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നവർ കാണാം. ചിലപ്പോൾ പോർഷൻസ് കവർ ചെയ്തവർ കാണും. അപ്പോൾ അവർ ഡെയിലി ഓരോരോ മോക്ക് വെച്ച് ചെയ്യും. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് മോക്കുകൾ കാണാം. അപ്പോൾ അതുകൊണ്ട് തീർക്കാൻ വേണ്ടി ഡെയിലി ചെയ്യുന്നവർ കാണാം, ട്വൈസ് കാണാം, ത്രൈസ് കാണാം, വീക്കിലി വൺസ് കാണാം. അങ്ങനെയൊക്കെ പല രീതിയിൽ മോക്കുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നവർ കാണാം. പല പ്ലാറ്റ്ഫോംസിന്റെ മോക്ക് എക്സാംസിന്റെ ലെവൽ ഡിഫറെന്റ് ആയിരിക്കാം. അതായത് ചിലത് നല്ല ടഫ് ആവാം, ചിലത് നല്ല ഈസി ആവും. അപ്പൊ ചിലർ കാണും ഒരു 100-ൽ 1-2 പേര്, അല്ലെങ്കിൽ മാക്സിമം പോയ 4-5 പേര് കാണും 200 ഔട്ട് ഓഫ് 170 180 ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കുട്ടികൾ കാണും. സോ ഫാർ കിട്ടുന്നവർ കാണാം. അത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാവാം. അപ്പൊ ചില കുട്ടികൾ 170 180. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ എക്സാംസിനും ആ ഒരു ലെവലാണെങ്കിൽ അവർക്ക് ടെൻഷന്റെ കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ 150 160 കിട്ടി, നിങ്ങൾ അടുത്ത ഒലി ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 110 120 ലെവലേ കിട്ടുന്നുള്ളൂ. അവിടെ എല്ലാവരുടെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യമാണ്, ഷോ എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഞാൻ ഇത്രയും പേപ്പർ, അത് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ എനിക്ക് ഇത്രയും പേരിൽ ഇത്ര റാങ്കേ ഉള്ളൂ, എനിക്ക് ഇപ്രാവശ്യം കിട്ടാൻ വളരെ ചാൻസ് കുറവാ, ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. നമ്മൾ തന്നെ ഡിമോട്ടിവേറ്റഡ് ആയി പോകും ഈ മൂക്കിന്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം മൂക്കിന്റെ റാങ്ക് മേടിക്കുക അല്ല. മൂക്കിന്റെ റാങ്ക് അല്ല നിങ്ങളുടെ ഇതിനുള്ള ക്രൈറ്റീരിയ, ജോലി കിട്ടുന്നത് ക്രൈറ്റീരിയ. നമ്മുടെ ലക്ഷ്യം ഏതാണ്? ഫൈനൽ എക്സാം, ഫൈനൽ ഡേ ആണ് നമ്മുടെ ലക്ഷ്യം. അവിടെ സ്കോർ ചെയ്യുന്നത് അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യം. അവിടെയാണ് നിങ്ങൾ സ്കോർ ചെയ്താണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നതും പിന്നീട് ജോലി സാധ്യതയുള്ളതും. സോ മോക്കിൽ നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു, മോക്കിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു എന്നറിഞ്ഞ് വിഷമമുണ്ടാകും. അത് ഓൾറെഡി ഒബിയസ്ലി എനിക്കും അറിയാം, അത് സങ്കടം ഉണ്ടാവുന്ന കാര്യം. നമ്മൾ കുറച്ചൊന്ന് ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷെ നമ്മൾ മോട്ടിവേറ്റഡ് ആയി തിരിച്ചു വരണം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. എവിടെ എൻ്റെ 110 120 എന്തുകൊണ്ട് കുറഞ്ഞു, അല്ലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ ഇനി അടുത്ത് പറയുന്നത്. എങ്ങനെയാണ് മോക്ക് എക്സാംസിനെ അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഒരു 1 അവർ, ഇപ്പം ടയർ 1 സംബന്ധിച്ചിടത്തോളം 1 അവർ എക്സാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാ ട്രെയിനേഴ്സും പറയും, എല്ലാ ട്യൂട്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അനലൈസ് ചെയ്യണം മോക്ക് എക്സാം. ശരിയാ, നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ എല്ലാവരും ചെയ്യുന്നത്, ഓൾറെഡി എക്സാം കഴിഞ്ഞു ഉടനെ നമ്മൾ അനാലിസിസ് എടുത്തു, നമ്മൾ GK നോക്കി, തെറ്റായ ഇതൊക്കെയാണ് തെറ്റ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഏതാണ് പുതിയതായിട്ട് വന്ന സിനോണിം ആന്റോണിം നോട്ട് ചെയ്തു, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇഡിയംസ്, പുതിയതായിട്ടുള്ള വാക്കുകൾ നമ്മൾ എഴുതി വെച്ച് നോട്ട് ചെയ്ത് ഇതൊക്കെ പഠിക്കണം. പിന്നെ ഇവിടെ ഇതാണ് തെറ്റ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. റീസണിങ് എടുക്കുവാൻ നമ്പർ സീരീസ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാത്സിൽ എന്താണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ 25 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു, അല്ല 20 എണ്ണം ശരിയായെന്ന് വിചാരിക്കുക, 5 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. മോസ്റ്റ് പീപ്പിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 തെറ്റായ ആൻസേഴ്സ് എടുത്തിട്ട്, അതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ ആൻസേഴ്സ് ചെയ്യും, അല്ലെ? ഇപ്പൊ ആവറേജ് ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ ഇതെങ്ങനെ ചെയ്യും, അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. 5 ക്വസ്റ്റ്യൻ ചെയ്തു, അതുകൊണ്ട് അനാലിസിസ് പൂർത്തിയാവും. പക്ഷെ അങ്ങനെയല്ല അത് പൂർത്തീകരിക്കേണ്ടത്. കാരണം നിങ്ങൾ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണോ, ഇക്വേഷൻ അറിയാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ചിന്തിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾ ശരിയാക്കിയ 20 ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യണം. മനസ്സിലായോ മാത്സിന്റെ കാര്യത്തിൽ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ചോദിക്കാം, മാം ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, പിന്നെ എന്തിനാ അനലൈസ് ചെയ്യുന്നത്? അങ്ങനെയല്ല. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എടുത്ത്, ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ മിക്കവാറും ടൈം കാണിച്ചിട്ടുണ്ടാവാം. ഓരോ സമയം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത സമയം അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ശരിയാക്കിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അറിയാം, അതിൽ ടൈം ചിലപ്പം 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ്, ചില ക്വസ്റ്റ്യൻ ഒക്കെ 4 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ചോദിക്കാം, 4 മിനിറ്റ് ആണല്ലോ, എനിക്ക് ഉത്തരം കിട്ടിയില്ലേ മാം എന്ന് ചോദിക്കാം. ഉത്തരം കിട്ടി, ശരിയാണ്, 4 മിനിറ്റ് നിങ്ങൾ എടുത്തു, നിങ്ങൾക്ക് ആൻസർ കിട്ടി, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ 4 മിനിറ്റ്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്, അല്ലെ? നിങ്ങൾക്ക് പറ്റുന്ന ഒരു സറൗണ്ടിങ്സിൽ കീപ്പ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതുന്നത്. പക്ഷെ നിങ്ങൾ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന സാഹചര്യം വേറെയാണ്. അതെങ്ങനെ വന്നാലും ഒരു പ്രഷറിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. എത്ര പ്രഷർ ഇല്ല എന്ന് പറഞ്ഞാലും ചെറിയ പ്രഷർ ഉണ്ടാവും. അല്ലെങ്കിൽ തീർത്തും സീരിയസ്നെസ് ഇല്ലാതെ കുട്ടികൾ എഴുതുന്ന കുട്ടികളാണ് ചിലപ്പോൾ അവർക്ക് ഇതൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് എഴുതി പ്രാക്ടീസ്, ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടി വന്നാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ, സോ ഫാർ അവർക്ക് എന്താണ്, അവർക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ സീരിയസ്നെസ്സോട് കൂടി ഇത്രയും മന്ത് ഉറക്കം ഉളച്ച് ഊണും ഉറക്കവും കളഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച്
പല സാഹചര്യങ്ങളും ഓവർകം ചെയ്തു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ എപ്പോഴും ഉണ്ടാകും. ആ ഒരു സാഹചര്യം എക്സാം ഹാളിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു റൂമിൽ നമുക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പൊ ആ പ്രഷറിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ നല്ല സാഹചര്യം, നല്ല ഹോംലി അറ്റ്മോസ്ഫിയറിൽ, നല്ല സറൗണ്ടിങ്സ് 4 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തീർത്തെങ്കിൽ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ആ പ്രഷറിൽ ചിലപ്പോൾ 5-6 മിനിറ്റ് എടുക്കും. മനസ്സിലായോ? അപ്പൊ അത് 5-6 മിനിറ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചോണം 25 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ വീണ്ടും കാണാം ആ ഷിഫ്റ്റിൽ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ കണ്ടുപോലും കാണത്തില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടി കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഫലം എന്താണ്? പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനായി, പിന്നെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ടെൻഷൻ വന്ന് ആൻസേഴ്സ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കറക്റ്റ് ആൻസേഴ്സും നമ്മൾ ചെക്ക് ചെയ്യണം. മാത്സിന്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. കാരണം നിങ്ങൾ ടൈം എത്ര എടുത്തു? ഇപ്പൊ 4 മിനിറ്റ് നിങ്ങൾ എടുത്തേ ഉള്ളെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ 4 മിനിറ്റ് ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാക്കിയ ക്വസ്റ്റ്യൻസിന് എത്ര മിനിറ്റ് ഒക്കെ എടുത്തു എന്നുള്ളതാണ്. മോർ ദാൻ 3-4 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യന് കൂടുതൽ സമയം എടുത്തത്. മേ ബി അതിന് ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമയം എടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ വരാനുള്ള ഡിഫിക്കൽട്ടി ലെവൽ കാൽക്കുലേഷൻ പ്രശ്നമാണ്. കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അപ്പം കാൽക്കുലേഷൻ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടായിരിക്കും അതിനെ കണക്കാക്കുക. അതായത് ചിലപ്പോൾ കൂട്ടിയത് തെറ്റായിരിക്കും. ഇവിടുന്ന് നമ്മൾ റഫ് ഷീറ്റിന്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന സാധനം ലെഫ്റ്റ് സൈഡിൽ മാറ്റി എഴുതിയപ്പോൾ 3-2 ആവും 5-4 ആയി. അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? വളരെ സിമ്പിൾ മിസ്റ്റേക്ക് ആണ്. പക്ഷെ എന്താണ് സിമ്പിൾ മിസ്റ്റേക്ക് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് പറ്റാം? ആൻസേഴ്സിന് മിസ്റ്റേക്ക് വരാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാൽക്കുലേഷന് നമുക്ക് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ആഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ സ്പീഡ് വേണ്ടി ഡെയിലി 10-15 മിനിറ്റ്സ് എടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ വെറുതെ സാധാരണ ഒരു അഡീഷൻ ആവാം, വെറുതെ ഒരു മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഒക്കെ ഒരു വേദിക് മാത്സ് ട്രിക്സുകൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ ആദ്യം ഇട്ട വീഡിയോകളിൽ ഒന്നാണ് വേദിക് മാത്സ് ട്രിക്സ്, ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്ക്വയേഴ്സ്, 30 വരെയുള്ള സ്ക്വയേഴ്സ്, 30 വരെയുള്ള ക്യൂബ്സ്, അതുപോലെ ഈ പെർസെൻറ്റേജ് വാല്യൂസ് 1/8, 12.5 എന്നുള്ള വാല്യൂസ്, പെർസെൻറ്റേജ് 1/4, 1/9, 1/11, ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. കാരണം നമ്മൾ CI ക്വസ്റ്റ്യനിൽ ചെയ്യും. വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു ക്യൂബ് വാല്യൂ ആയിരിക്കും തരുന്നത്. അത് ഡയറക്റ്റ് ക്യൂബ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ സമയം പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ജോമെട്രി, ഐ മീൻ മെൻസുറേഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ പോയിന്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാം. അതുപോലെ 1/9, 1/2 പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസിലൊക്കെ 33 1/3 എന്നൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 6 and 4/15 അത് നമുക്ക് ആ ഡെസിമൽ പോയിന്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പൊ ഡെയിലി 10-15 മിനിറ്റ്സ് നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടി എടുക്കണം. സ്പീഡ് എന്ന് വെച്ചാൽ വെറുതെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള വാല്യൂസ് എഴുതി നോക്കുന്നു. പക്ഷെ ഒരു ടൈം ലിമിറ്റ് വെച്ച് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ 2-3 മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മിസ്റ്റേക്ക് എവിടെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് തെറ്റായ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നോക്കണം. അത് നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ശരിയായ ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ആവറേജിന്റെ ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ നല്ല സ്റ്റെപ്പ് ഒക്കെ എഴുതി കൺവെൻഷണൽ രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉത്തരമൊക്കെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. സ്റ്റെപ്പിന് ഇവിടെ മാർക്ക് ഉണ്ടോ? ഇല്ല. നമ്മൾ കോളേജിലോ സ്കൂളിലോ പഠിച്ച പോലെ സ്റ്റെപ്പിന് ഇവിടെ മാർക്കില്ല, ആൻസറിനാണ് ഇവിടെ മാർക്ക്. സോ നമുക്ക് ആൻസർ ആണ് വേണ്ടത്. ചില ആവറേജ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺവെൻഷണൽ മെത്തേഡ്, എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് എന്ന് ഞാൻ പറയില്ല. കൺവെൻഷണൽ പഠിക്കേണ്ട ഇക്വേഷൻസ് പഠിക്കണം, ചിലതിന് ഷോർട്ട് കട്ട്സ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ആ ആവറേജ് ക്വസ്റ്റ്യൻസ് അതോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഷോർട്ട് കട്ടുകൾ ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം. നമ്മൾ കൂടെ പഠിക്കുന്നവരോട്, പഠിക്കുന്ന കുട്ടികളോട്, ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട്. അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ മിക്ക ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട്സ് മനസ്സിലാക്കിയിരിക്കും. ചിലപ്പോൾ ഈ 4 മിനിറ്റ് ചെയ്ത് ചിലപ്പോൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് 1-2 മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2 മിനിറ്റ് നിങ്ങൾക്ക് സേവ് ആയി. അത് വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യാൻ. അപ്പൊ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അവർ എക്സാം എഴുതി 15 മിനിറ്റ്സ് കൊണ്ട് അനാലിസിസ് പൂർത്തിയാക്കുക എന്നല്ല. സമയം എടുത്താണേലും അനാലിസിസ് ചെയ്തിരിക്കണം. ശരിയായ ആൻസേഴ്സ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എവിടെ നമുക്ക് സമയം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ടുകൾ അന്വേഷിക്കണം. ഇനി അതല്ല കാൽക്കുലേഷൻ ആണ്, നമുക്ക് സ്പീഡ് ഇല്ല, തെറ്റിപ്പോകുന്നു എന്നാണ്, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാൽക്കുലേഷൻ നമുക്ക് തെറ്റായ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടിയ നിർഭാഗ്യവശാൽ അൺലക്കിലി ചിലപ്പോൾ ആ ആൻസർ നമ്മുടെ ഓപ്ഷൻസിൽ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാ. അപ്പൊ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ആൻസറെ സാധാരണ എല്ലാവരും മാത്സ് കറക്കി കുത്താറുള്ളൂ. അപ്പൊ ഇംഗ്ലീഷും GK ഒക്കെയാണ് നമ്മൾ ചിലപ്പം 2 ഓപ്ഷൻ ഇതാണെന്ന് വിചാരിച്ച് കറക്കി കുത്താറും. പക്ഷെ മാത്സ് പൊതുവെ എല്ലാവരും കിട്ടിയ ആൻസർ ആയിരിക്കും ഉണ്ടെങ്കിലാണ് ഓപ്ഷനിൽ മാർക്ക് ചെയ്യുന്നത്.
അപ്പൊ ചിലപ്പോൾ നമ്മൾ തെറ്റായി ചെയ്താലും ആ ഓപ്ഷൻ ചിലപ്പോൾ എന്താണ് കാണും, ആൻസർ ഓപ്ഷനിൽ കാണും, നമ്മളത് മാർക്ക് ചെയ്യും, നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കാൽക്കുലേഷൻ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ സ്പീഡിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ അവിടെ കൂടുതൽ സമയം എടുത്തു, എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില ദിവസം നമുക്ക് 1 മിനിറ്റ് ഒക്കെ എടുത്തുണ്ടാവുന്നു, എന്തുകൊണ്ട് അവിടെ നമ്മൾ കുറച്ച് സമയമല്ലേ എടുത്തുള്ളൂ, ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ കൂടിയ സമയം എടുത്തത്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മാത്സിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ മോക്ക് എക്സാമിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അനാലിസിസ് നടത്തേണ്ടത്, അങ്ങനെയൊക്കെയാണ്. ഇനി മാത്സിന് വേണ്ടി അല്ലെ ക്വാണ്ട് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത് പൊതുവെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലര് PDF ഡൗൺലോഡ് ചെയ്തെടുക്കും, അല്ലെ പ്രിന്റ് ചെയ്യും, ചിലര് നോട്ട്ബുക്സ് ഐ മീൻ ടെക്സ്റ്റ് ബുക്സ് PYQ ഉള്ള ടെക്സ്റ്റ് ബുക്സ് മേടിക്കും, കിരണിനെ പോലുള്ള ടെക്സ്റ്റ് ബുക്സ് ഒക്കെ മേടിച്ച് അതിലാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ചിലർ ഓൺലൈൻ ആയിട്ടായിരിക്കും, പലർക്കും പല രീതിയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പോർഷൻ എടുത്തു, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി, പ്രോഫിറ്റ് എങ്ങനെയാ, ലോസ് എങ്ങനെയാ, അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണ്, അതിനുശേഷം നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ മാത്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. PYQ ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പൊതുവെ നമ്മൾ മാത്സ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് എന്ന് വെച്ചാൽ ഓൺലൈനിൽ ഒരു ടൈം ലിമിറ്റ് കാണും. ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ 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 എക്സാംസുകൾ കാണും, അത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാണും. അത് ടൈം ഉള്ളത് കൊണ്ട്, ഓൺലൈൻ ആണെങ്കിൽ ടൈം ഉള്ളത് കൊണ്ട് തന്നെ ആ ടൈമിൽ നമുക്ക് തീർക്കുന്ന രീതിയിലായിരിക്കും അത്. പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, ഒരു PDF ആയിരിക്കാം. അപ്പൊ അവരിന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ 2 മണിക്കൂർ മാത്സ് പഠിക്കാൻ പോവാ, അപ്പൊ ഞാൻ ഇന്ന് 2 hours എടുത്തു, 2 hours ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓക്കെ, അത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എടുത്തു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പയ്യെ ചെയ്യുന്നു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഇത്തിരി സമയം എടുത്തു, ചെയ്തു, പകുതി കിട്ടി കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്തു, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഒരു 5-10 മിനിറ്റ്സ് എടുത്തു, നമുക്ക് ആൻസർ കിട്ടി, കറക്റ്റ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ ഇരുത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പയ്യെ പയ്യെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഓഫ്ലൈൻ ചെയ്താലും ഓൺലൈൻ പോലെ തന്നെ ഒരു ടൈം ലിമിറ്റ് ബൗണ്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ എടുക്കുക. മീൻസ് വേണ്ട, സ്റ്റാർട്ടർ ആയിട്ട് പുതിയതായിട്ട് ചെയ്യുന്നവരാണ് 25 മിനിറ്റ്സ്, ഓക്കെ ഞാൻ പറയാം, അല്ലെ 20 മിനിറ്റ്സ്. 10 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം ടൈമർ, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിൽ സെറ്റ് ചെയ്യാം. ഫോണിൽ നിങ്ങൾക്ക് ടൈമർ എന്നുള്ള രീതിയിൽ മാത്രമാണ്, പിന്നെ അതിൽ സെറ്റ് ചെയ്തിട്ട് വേറെ ഒന്ന് ഓപ്പൺ ആക്കി അങ്ങനെ പോകരുത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത 20 മിനിറ്റ്സ് സെറ്റ് ചെയ്തു. ആ 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് അല്ലെ 25 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 5-6 ഒക്കെ പറ്റുന്നുള്ളായിരിക്കാം, ചിലപ്പോൾ 7 പറ്റുമായിരിക്കും, ചിലപ്പോൾ 8 പറ്റുമായിരിക്കാം. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യനെ പറ്റുന്നുള്ളെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്റെ സമയമല്ലേ, ഞാനല്ലേ വെച്ചിരിക്കുന്നത്, ഒരു 2 മിനിറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഫുള്ള് ചെയ്യാം, 3 മിനിറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് തീരും, ഇപ്പൊ തീരും എന്നൊരിക്കലും വിചാരിക്കരുത്. 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് എത്രയാണോ നിങ്ങൾ വെച്ചിരിക്കുന്ന ലിമിറ്റ്, ആ ലിമിറ്റ് തീരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം സ്റ്റോപ്പ് ചെയ്യണം, അവിടെ വെച്ച് നിർത്തണം. 6 ക്വസ്റ്റ്യൻ എങ്കിൽ 6 ക്വസ്റ്റ്യൻ, 7 ക്വസ്റ്റ്യൻ എങ്കിൽ 7 ക്വസ്റ്റ്യൻ, അവിടെ നിങ്ങൾ നിർത്തണം. പിന്നീട് 3-4 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ മൊത്തം 10 തീർക്കുക എന്നുള്ള രീതിയിലോട്ട് പോകരുത്. എത്രയേ ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് ചിലപ്പോൾ അത്രേ പറ്റുന്നുള്ളാവും, അത്രയും സ്പീഡേ എല്ലാവർക്കും 8-9 പറ്റണം എന്നില്ല, 3-4 എത്രയോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന്. നിങ്ങൾ ആ 25 മിനിറ്റ് എടുത്തിട്ടും നിങ്ങൾക്ക് 3-4 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പലപ്പോഴും PYQ ക്വസ്റ്റ്യൻസ് ഷഫിൾഡ് ആയിരിക്കും, ഈസിയും കാണും, അതുപോലെ മോഡറേറ്റ് കാണും, ഡിഫിക്കൽട്ട് കാണും. എക്സാമിനെ പോലെ തന്നെയായിരിക്കും, എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് തന്നെയല്ലല്ലോ വരുന്നത്. അപ്പോൾ പല ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 10 ക്വസ്റ്റ്യനിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ 3-4-5 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ് ആണ് നിങ്ങൾ എടുത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ആണ് മാത്സ് ഫൈനൽ എക്സാമിനുള്ളത്. നിങ്ങൾ എപ്പോഴും ടൈം ലിമിറ്റ് ചെയ്ത് നോക്കണം. ആ ടൈമിൽ നിങ്ങൾ ചെയ്തു, എന്നിട്ട് എനിക്ക് എവിടെയാണ് ഇത് കിട്ടാത്തത്, എന്തിലാണ് എനിക്ക് എന്റെ സമയം എന്തിനാണ് പോയത്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം എടുത്തതാണോ, അല്ലെങ്കിൽ എന്റെ കാൽക്കുലേഷൻ സമയം എടുത്തത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും എവിടെയാണ് എന്റെ മാർക്ക് പോയത്. അപ്പം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. ഒരുപാട് സ്റ്റെപ്പ് എഴുതി ആൻസർ കണ്ടുപിടിക്കുക എന്നല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്റ്റെപ്പിനല്ല അവിടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ മാർക്ക്. പക്ഷെ ആൻസർ കറക്റ്റ് ആവണം എന്നതിലുപരി ടൈമും കൂടെ നോക്കണം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മോക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടിയില്ലോ, 4 മിനിറ്റ് എടുത്താലും ആൻസർ കിട്ടിയില്ലോ നമ്മൾ ചിന്തിക്കുന്നതല്ല. ആൻസർ ശരിയാവണം എന്നതിനേക്കാൾ ഉപരി ആൻസർ ശരിയാവണം, അതാണ് ഇമ്പോർട്ടന്റ് മാർക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ അതിനൊപ്പം തന്നെ ടൈം ഒരു ഫാക്ടറാണ് ഈ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് രണ്ടും നമ്മുടെ പിടിയിൽ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ 25 മിനിറ്റ് എടുത്തു, നിങ്ങൾ 3-4 ക്വസ്റ്റ്യൻ ഉള്ളൂ, നിങ്ങൾ ടൈം പയ്യെ പയ്യെ കുറയ്ക്കുക.
ഇപ്പൊ പെട്ടെന്ന് 20 മിനിറ്റ്സ് എടുക്കാം. ഇനി പെട്ടെന്ന് അത്രയും പറ്റുന്നില്ലാത്തവരാണെങ്കിൽ 22 മിനിറ്റ്സ് 23 മിനിറ്റ്സ് എടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇച്ചിരി സമയം കുറയ്ക്കുക 20. അപ്പൊ നിങ്ങൾ സമയം കുറച്ച് വരിക. നിങ്ങൾക്ക് ആ 15 മിനിറ്റ്സ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി തോന്നുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ എക്സാമ്പിൾ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ആ സ്പീഡ് നിങ്ങളുടെ ഇതിലാവുന്നത്. സോ നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ അതേ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. 15 മിനിറ്റ്സ് കൊണ്ട് മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ച കാര്യം. അല്ലെങ്കിൽ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 15 മിനിറ്റ്സ് കൊണ്ട് മാത്സ് ചെയ്യാൻ പറ്റുമോ എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 15 മിനിറ്റ്സിനുള്ളിലോ അതിലും കുറഞ്ഞ സമയത്തിനുള്ളിലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഒരു നൈറ്റ് കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു ഓവർനൈറ്റിൽ വരുന്ന കാര്യമല്ല. ടേക്ക് ടൈം. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. നമ്മൾ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ കുറവുകളെന്ന് മറ്റാരേക്കാളും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ പറയത്തില്ലേ, ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി പോവാണെന്ന്. അതായത് ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല, എൻ്റെ മനസ്സിൽ ആശയമുണ്ട്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക്, പക്ഷെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ല. ചിലർ പറയും എനിക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പം ചില മെൻസുറേഷൻ ജോമെട്രി ചിലപ്പോൾ മിക്സ് ചെയ്ത് എസ് ഐ സി ഒക്കെ ഒരുമിച്ച് വരുന്ന കേസിൽ എനിക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ ക്വസ്റ്റ്യൻ. അപ്പൊ പലർക്കും പല രീതിയിലാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ വരുന്നത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ. അത് നമുക്കാണ് നമ്മളെ മനസ്സിലാവുന്നത്, മറ്റൊരാൾക്കാർ. അപ്പൊ അത് നമ്മൾ തന്നെ റെക്ടിഫൈ ചെയ്യുക, നമ്മൾ തന്നെ വർക്ക് ചെയ്യുക. അതിലാണിത്. പ്രാക്ടീസ് മീൻസ് എ മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റ്സിനുള്ളിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ടയർ 1 സംബന്ധിച്ചിടത്തോളം. ടയർ 2 നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50-60 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാനും കാണാനും അത്യാവശ്യം ശരിയാക്കാനും പറ്റുന്നതായിരിക്കും. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, പോസിബിൾ ആണ്. ബട്ട് പ്രാക്ടീസ് തന്നെ ചെയ്തിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരുടെയും അഭിപ്രായം എന്തെന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ പറയണം. താങ്ക് യു.